നബിദിന ക്വിസ് 2026. ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകൻ ആര്? ഉത്തരം മൂസാ നബി അലൈഹിസ്സലാം. ഖുർആനിൽ അഹ്സനുൽ ഖസസ് എന്ന് വിശേഷിക്കപ്പെടുന്ന പ്രവാചകൻ്റെ കഥ ഏതാണ്? ഉത്തരം യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കഥ. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ പിതാവ് ആര്? ഉത്തരം യാക്കൂബ് നബി അലൈഹിസ്സലാം. ഖലീലുല്ല എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ ആര്? ഉത്തരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കലീമുല്ല എന്ന വിശേഷണം സാധാരണയായി ഏത് പ്രവാചകരുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മൂസാ നബി അലൈഹിസ്സലാം. കഅബ പുനർനിർമ്മിക്കുന്നതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മകൻ ആര്? ഉത്തരം ഇസ്മായിൽ നബി അലൈഹിസ്സലാം. സംസം കിണറുമായി ബന്ധപ്പെട്ട കുട്ടി ആര്? ഉത്തരം ഇസ്മായിൽ നബി അലൈഹിസ്സലാം. സംസം വെള്ളം കണ്ടെത്തിയപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവ് ആര്? ഹാജറ റളിയല്ലാഹു അൻഹ. സഫ മർവ സഈ ഏത് സംഭവത്തെ അനുസ്മരിച്ചാണ്? ഉത്തരം ഹാജറ ബീവി വെള്ളത്തിനായി സഫ മർവ ഇടയിൽ നടത്തിയ ഓട്ടം. ഖുർആനിൽ ഉമ്മുൽ കിതാബ് എന്ന് അറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഉത്തരം സൂറത്തുൽ ഫാത്തിഹ. ആയത്തുൽ കുർസി ഏത് സൂറത്തിലെ ആയത്താണ്? ഉത്തരം സൂറത്തുൽ ബഖറ 255 ആയത്ത്. ഖുർആനിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇല്ലാതെ ആരംഭിക്കുന്ന സൂറത്ത് ഏതാണ്? ഉത്തരം സൂറത്തു തൗബ. ഖുർആനിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം 2 തവണ വരുന്ന സൂറത്ത് ഏതാണ്? ഉത്തരം സൂറത്തു നംൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ യാത്രയിൽ കൂടെയുണ്ടായിരുന്ന സഹാബി ആര്? ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഹിജ്റ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അഭയം തേടിയ ഗുഹ ഏതാണ്? ഉത്തരം സൗർ ഗുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ യാത്രയിൽ വഴികാട്ടിയായി സേവിച്ച വ്യക്തി ആര്? ഉത്തരം അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിദ്. മദീനയിലെത്തിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം ഇരുന്ന സ്ഥലത്ത് പണിത മസ്ജിദ് ഏതാണ്? ഉത്തരം മസ്ജിദുൻ നബവി. ഇസ്ലാമിൽ ആദ്യമായി ഷഹീദായ വനിത ആര്? ഉത്തരം സുമയ്യ റളിയല്ലാഹു അൻഹ. അമീനുൽ ഉമ്മ എന്ന വിശേഷണം ലഭിച്ച സഹാബി ആര്? ഉത്തരം അബൂ ഉബൈദ് ബിനുൽ ജറാഫ് റളിയല്ലാഹു അൻഹു. ഖുർആനിൽ റൂഹുൽ ഖുദുസ് എന്ന് പരാമർശിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.